ഹലോ, വെൽക്കം ടു കൊമേഴ്സ് ലേണേഴ്സ്. ഇന്നത്തെ വീഡിയോയിൽ FIUG ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കിൽ ഫോർ കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് പേപ്പറിൽ വരുന്ന തേർഡ് മൊഡ്യൂളിലെ ലെങ്ടൻ ചന്ദ്രോപ എഴുതിയിട്ടുള്ള സീക്രട്ട് ഓഫ് സക്സസ് ഫ്രം ദ സ്റ്റോറി ഓഫ് ബിൽ ഗേറ്റ്സ് ഇറ്റ് ഈസ് പോസിബിൾ എന്ന ബുക്കിനെ കുറിച്ചിട്ടാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്ക് ഓതറിനെ കുറിച്ചിട്ടൊന്ന് നോക്കാം. ഡോക്ടർ ലിങ്ടൺ ചന്ദ്രോപ. അദ്ദേഹം പ്രഗത്ഭനായ ഒരു മോട്ടിവേറ്റർ ആണ്, സ്പീക്കറാണ്, ഓതറാണ്, അതുപോലെ തന്നെ ലീഡർഷിപ്പ് ഡെവലപ്മെന്റ് കൺസൾട്ടന്റ് കൂടിയാണ്. ഇദ്ദേഹത്തിന്റെ ഈ ഒരു വർക്കില് കമ്പ്യൂട്ടർ ലോകത്ത് തന്നെ ഒരു പുതിയ യുഗം സൃഷ്ടിച്ച മൈക്രോസോഫ്റ്റ് എന്ന കമ്പനിയുടെ കോ ഫൗണ്ടർ ആയിട്ടുള്ള ബിൽ ഗേറ്റ്സിന്റെ സക്സസ്ഫുൾ സ്റ്റോറിയാണ് അദ്ദേഹം ഇവിടെ ഈ ബുക്കിലൂടെ അദ്ദേഹം പറയുന്നത്. അപ്പൊ ഈ ബിൽ ഗേറ്റ്സിന്റെ ഈ സ്റ്റോറിയിലൂടെ അദ്ദേഹം ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഓണ്ടർപ്രണറിന്റെ ജേർണിയിൽ ഉൾപ്പെടുന്ന കുറച്ച് സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് അദ്ദേഹം ഹൈലൈറ്റ് ചെയ്ത് പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തേതാണ് ക്ലിയർ വിഷൻ, വ്യക്തമായ കാഴ്ചപ്പാട്. രണ്ടാമത്തേത് സ്ട്രാറ്റജിക് തിങ്കിങ്, തന്ത്രപരമായ ചിന്ത. 3 കാൽക്കുലേറ്റഡ് റിസ്ക്, കണക്ക് കൂട്ടിയ അപകട സാധ്യത. 4 ഇന്നോവേഷൻ, നവീകരണം. 5 ടീം ബിൽഡിംഗ്. 6 റെസിലൻസ് ഇൻ ദി ഫേസ് ഓഫ് ചലഞ്ചസ്, വെല്ലുവിളികളെ നേരിടാനുള്ള പ്രതിരോധം. ഇതെല്ലാമാണ് അദ്ദേഹം ഹൈലൈറ്റ് ചെയ്ത് പറയുന്ന കാര്യങ്ങൾ. പിന്നീട് അതുപോലെ തന്നെ അദ്ദേഹത്തിന് പണ്ട് മുതലേ ഈ കമ്പ്യൂട്ടറുകളോടുള്ള ആകർഷണങ്ങളും ഈ മൈക്രോസോഫ്റ്റിന്റെ കണ്ടുപിടുത്തം വരെയുള്ള അദ്ദേഹത്തിന്റെ യാത്രകളെല്ലാം അദ്ദേഹം ഈ ഒരു ബുക്കിലൂടെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ ഒരു ബുക്കിലെ നമുക്ക് 2 ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാൻ വേണ്ടിയിട്ട് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. ഒന്നാമത്തെ എന്ന് പറയുന്നത് ഈ ബുക്കിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള മൈക്രോസോഫ്റ്റ് ഈസ് ബോൺ. ഈ ഒരു ചാപ്റ്ററിൽ എങ്ങനെയാണ് ഈ ഒരു കമ്പനിയുടെ തുടക്കം, അതുപോലെ തന്നെ എങ്ങനെയാണ് 2 യങ്സ്റ്റേഴ്സ് എമേർജിംഗ് മാർക്കറ്റ് അല്ലെങ്കിൽ ഗ്രോയിങ് മാർക്കറ്റ് അവർ എങ്ങനെയാണ് ക്യാപ്ചർ ചെയ്തെടുത്തത് എന്നതിനെ കുറിച്ചുമാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. അതുപോലെ തന്നെ ബിൽ ഗേറ്റ്സ് ആദ്യം ഹാർവേർഡിൽ ലോ പഠനത്തിന് വേണ്ടി പോയിരിക്കുകയായിരുന്നു. പിന്നീട് അദ്ദേഹം കമ്പ്യൂട്ടേഴ്സിലേക്ക് ആകർഷപ്പെടുകയാണ് ഉണ്ടായത്. അതിനുശേഷം 1974 ബിൽ ഗേറ്റ്സും അദ്ദേഹത്തിന്റെ ഫ്രണ്ടുമായിട്ടുള്ള പോൾ അലനും കൂടിയിട്ട് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാണ്. എന്തിനു വേണ്ടിയിട്ട്? ആൾട്ടയർ 8080 മൈക്രോ കമ്പ്യൂട്ടേഴ്സിന് വേണ്ടിയിട്ടായിരുന്നു അവർ രണ്ടുപേരും കൂടിയിട്ട് ആ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തത്. ആ ഒരു സോഫ്റ്റ്വെയറിന്റെ ഡെവലപ്മെന്റ് ആണ് അവരെന്നെ മൈക്രോസോഫ്റ്റ് എന്ന കമ്പനിയുടെ ക്രിയേഷനിലേക്ക് അവരെന്നെ ലീഡ് ചെയ്തത്. അതുപോലെ തന്നെ ഈ സോഫ്റ്റ്വെയർസിന്റെ ഓരോ ഡ്യൂപ്ലിക്കേറ്റ് വേർഷൻ ഇറങ്ങണ ആ ഒരു ചലഞ്ചിങ് കാലഘട്ടത്തിലും അവരുടെ കമ്പനി വളരെ റാപ്പിഡ് ആയിട്ട് ഗ്രോ ചെയ്യുന്നു എന്നതും ഇതിൽ പറയുന്നുണ്ട്. അടുത്തതായിട്ട് പഠിക്കാനുള്ളത് ഈ ഒരു ബുക്കിലെ 4th ചാപ്റ്റർ ആയിട്ടുള്ള സക്സസ് കംസ് വിത്ത് എ ഗ്രേറ്റ് വിഷൻ എന്നതാണ്. അതിലെ ഒരു എന്റർപ്രണർഷിപ്പിലെ വിഷന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ടാണ് ആദ്യം നമ്മൾ നോക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം ഇതിലെ ഒരു ആദ്യത്തെ ലെസൺ ആയിട്ട് നമുക്ക് പറഞ്ഞു തരുന്ന ഒന്നാണ് തിങ്ക് ബിഗ്, തിങ്ക് ഡിഫറെന്റ് ആൻഡ് പുൾ ഇൻ ഓൾ യുവർ എഫേർട്ട് ടു എക്സിക്യൂട്ട് ദി വിഷൻ. എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ വലുതായിട്ട് സാധാരണ തിങ്ക് ചെയ്യണേക്കാട്ടും വൈഡായിട്ട് തിങ്ക് ചെയ്യുക, ഡിഫറെന്റ് ആയിട്ട് തിങ്ക് ചെയ്യുക, അതുപോലെ തന്നെ വിഷൻ നടപ്പിലാക്കാൻ നിങ്ങൾ എല്ലാ ശ്രമങ്ങളും നടത്തുക. അതാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ ലെസൺ ആയിട്ട് നമുക്ക് പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ ഒരു ലീഡറിന്റെ വിഷൻ വ്യക്തവും ബോധ്യമുള്ളതാണെങ്കിൽ ആ ഒരു ടീമിനെ ഇൻസ്പയർ ചെയ്യുന്നതിനും അതുപോലെ തന്നെ ആ ഒരു ടീം യൂണിറ്റി നിലനിർത്തുന്നതിനുമായിട്ടുള്ള ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു തിങ് ആയിട്ടാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ വിഷൻ എപ്പോഴും ഫ്ലെക്സിബിൾ ആയിരിക്കണം, നമുക്ക് എപ്പോൾ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം ഈ വിഷൻ എന്ന് പറയുന്നത്. കാരണം ഇന്നത്തെ ഒരു സാഹചര്യത്തില് നമ്മുടെ വിഷൻ ഒരേപോലെ കൊണ്ടുപോയാൽ അതൊരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒന്നാവില്ല. അപ്പൊ നമുക്കത് എപ്പോൾ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. അതുകൊണ്ട് തന്നെ വിഷൻ എപ്പോഴും ഫ്ലെക്സിബിൾ ആവണം എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ജേർണിയെ സ്ലോ ആക്കുന്ന ഏതൊരു തടസ്സം വന്നാലും നമ്മുടെ എൻഡിലുള്ള ആ ഒരു ഗോൾ നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യണമെന്നും നമ്മുടെ ഓതർ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അവസാനമായിട്ട് ഓതർ ഒരു പവർഫുൾ ക്രൂയിസ് ഷിപ്പിന്റെ യാത്രയെ സാദൃശ്യപ്പെടുത്തിക്കൊണ്ട് ഒരു ലീഡറിനെ എങ്ങനെ അവരുടെ വേ ലോസ് ആവാതെ അതിൽ നിന്ന് ഗതി മാറ്റാൻ എങ്ങനെ ആ ഒരു വിഷൻ ഹെൽപ്പ് ചെയ്യുന്നു എന്നതാണ് ഓതർ അവസാനമായിട്ട് പറഞ്ഞു വെക്കുന്നത്. ചാപ്റ്റർ 2ന്റെയും ചാപ്റ്റർ 4ന്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ അടുത്ത വീഡിയോസിലായിട്ട് പറയുന്നതായിരിക്കും. Till then, bye bye. Please subscribe, like and share for more videos.